യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ. സൗഖ്യദായകൻ പാപമോചകൻ. യേശുവേകരക്ഷകൻ. യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ. കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിന്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ചൊരിയണമേ. അങ്ങയുടെ വചനം അയച്ചുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സമൂഹമധ്യത്തിൽ പ്രവർത്തിക്കണമേ. ശാലോം പ്രേക്ഷകരുടെ മേൽ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം ഇന്ന് പകരണമേ പരിശുദ്ധാത്മാവേ. കർത്താവേ, വചനത്തിൻ്റെ അത്ഭുത ശക്തി ലോകം മുഴുവൻ വ്യാപരിക്കട്ടെ. അങ്ങയുടെ വചനം സത്യം തന്നെയാണല്ലോ. അങ്ങയുടെ വചനം പഠിക്കുവാനുള്ള ജ്ഞാനം, വചനം ശ്രവിക്കുവാനുള്ള ആ ദാഹം, വചനത്തോടുള്ള വലിയൊരു തുറവി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ മഹത്വം. ലൂക്കാ സുവിശേഷം 6-ാം അധ്യായത്തിൽ 46 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ എൻ്റെ വാക്കു കേൾക്കുകയോ എൻ്റെ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരോ അല്ല നിങ്ങൾ എന്നാണ് യേശു സൂചിപ്പിക്കുന്നത്. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ വാക്ക് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല. എൻ്റെ വചനമനുസരിക്കുന്നവൻ ആരെ പോലെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. തുടർന്നുള്ള വചനങ്ങളിൽ യേശു ഇങ്ങനെ പറയുകയാണ്. ലൂക്ക 6:48. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിതൊരു വീട്,
അങ്ങനെ ഒരു വീടിനോടാണ് ഹൃദയത്തിൽ ആത്മാവിൽ വചനമുള്ള ഒരു വ്യക്തിയെ യേശു സാമ്യപ്പെടുത്തുന്നത്. പാറമേൽ പണിത ഭവനം, അടിസ്ഥാനമിട്ട ഭവനം, കൊടുങ്കാറ്റടിച്ചു, വെള്ളപ്പൊക്കമുണ്ടായി, ഈ വീടിൻ്റെ മേൽ ആഞ്ഞടിച്ചു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ആ ഭവനം ഉറപ്പോടെ അവിടെ നിന്നു. സങ്കീർത്തനം 119:89, കർത്താവേ, അങ്ങയുടെ വചനം സ്വർഗത്തിൽ എന്നേക്കും സുസ്ഥാപിതമാണ്. ദൈവപിതാവിൻ്റെ വാക്കുകൾ തന്നെയാണ് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ പറഞ്ഞത്. ഓരോ വചനവും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകൾ തന്നെയാണ്. വചനം കേട്ട് അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ദൈവം സ്നേഹിക്കുന്നത്. വചനം കേട്ടിട്ട് വചനം അനുസരിക്കാത്ത വ്യക്തി, വചനം കേട്ടിട്ട് അത് തിരസ്കരിക്കുന്ന വ്യക്തി, വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്ത വ്യക്തികൾ, വചനം കേൾക്കുന്നു, അവിടെ ഹൃദയത്തിൽ നിന്ന് പിശാച് ആ വചനത്തെ എടുത്തു കളയുന്നു. ലോകത്തിൻ്റെ മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ലോകത്തിൻ്റെതായ സ്വപ്നങ്ങൾ ആ വ്യക്തിയെ ഞെരുക്കുകയും അങ്ങനെ വചനം മുളയ്ക്കാതിരിക്കുകയും ചെയ്യാം. വചനം നമ്മുടെ ഹൃദയത്തിൽ നിറയണം. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്. സങ്കീർത്തനം 119:9 വചനം, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും, അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. യുവാവ് വചനമനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് വേണം തൻ്റെ മാർഗങ്ങൾ നിർമ്മലമായി സൂക്ഷിക്കുവാൻ. ഒരു യുവാവ് പാപം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ആ യുവാവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് സങ്കടത്തോടെ പങ്കുവെച്ച ഒരു കാര്യമാണ്. അവൻ വിവാഹിതനാണ്, 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ ചേട്ടൻ വിവാഹം കഴിച്ചു. 8 വർഷമായിട്ടും മക്കളില്ല. ഇവിടെ അപ്പച്ചൻ ഒരു 20 വർഷം മുൻപ് മരിച്ചുപോയി. ഈ ഇളയ അനിയൻ എന്നോട് പറയുകയാണ്, അമ്മ ഞങ്ങളെ വളർത്തുവാനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടു, വളർത്തി, അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ഒക്കെ ജീവിച്ച് മുൻപോട്ട് പോവുകയാണ്. ചേട്ടൻ വിവാഹം കഴിച്ചു. അവർ വിദേശത്താണ് ജോലി. അനിയന് വിവാഹം കഴിച്ചു, അനിയന് കുഞ്ഞുങ്ങളൊക്കെ ആയി, ചേട്ടന് കുഞ്ഞുങ്ങളുമില്ല. ഈ അനിയൻ പറയുകയാണ്, എൻ്റെ 5 ഏക്കർ സ്ഥലത്തോളമുണ്ട്. അമ്മയോട് അവൻ നിർബന്ധമായിട്ട് പറഞ്ഞു അവന് ആ വസ്തുവിൻ്റെ വീതം വേണം. അപ്പോൾ ഈ 5 ഏക്കർ സ്ഥലത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗത്തിന് വേണ്ടി ചേട്ടൻ വാദിച്ചു. അതിനുവേണ്ടി വഴക്കുണ്ടാക്കി, വലിയ പ്രശ്നങ്ങളായി. ഈ അനിയൻ പറയുകയാണ്, എൻ്റെ ജ്യേഷ്ഠൻ അമ്മയെ ചീത്ത വിളിച്ചു, അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചു. ജ്യേഷ്ഠൻ്റെ ഭാര്യ ഒരു പ്രാർത്ഥനാനുഭവമുള്ള സഹോദരിയല്ല. അവർക്ക് 2 പേർക്കും വിദേശത്ത് ജോലിയുണ്ട്, പണമുണ്ട്, അവർ സ്വന്തമായിട്ട് വേറെ വീട് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടോ ധ്യാനത്തിനോടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഈ അനിയൻ സഹോദരൻ പറയുകയാണ്, അമ്മ ആദ്യമേ ഈ സ്ഥലത്തിൻ്റെ ചങ്കായ ഭാഗം ചേട്ടന് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. അതിന് അമ്മയ്ക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ സ്വന്തം പെറ്റമ്മയെക്കുറിച്ച് വളരെ മോശമായിട്ട് ബന്ധുക്കളുടെ ഇടയിലും പലയിടത്തും പറഞ്ഞു. ഇത് അമ്മ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. ഈ അനിയൻ പറയുകയാണ്, അമ്മയോട് പറഞ്ഞു, അമ്മേ, ചേട്ടൻ ചോദിക്കുന്ന ഭാഗം ചേട്ടന് കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടന് ആ 5 ഏക്കർ സ്ഥലത്തിൽ ഏറ്റവും നല്ല ഭാഗം ചേട്ടന് അമ്മ കൊടുക്കുകയാണ്. അമ്മയുടെ ഹൃദയത്തിൽ ഒത്തിരി സങ്കടമുണ്ടായിരുന്നു, ഒത്തിരി വേദന ഉണ്ടായിരുന്നു. ഈ ജ്യേഷ്ഠൻ
ഇത്രമാത്രം അമ്മയെ വേദനിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. കാരണം ജ്യേഷ്ഠൻ്റെ ഹൃദയത്തിൽ വചനമില്ല, ദൈവത്തിൻ്റെ വചനമില്ല, വചനം കേൾക്കുവാൻ താല്പര്യമില്ല, ധ്യാനത്തോട് താല്പര്യമില്ല. വചനമില്ലാത്ത ജ്യേഷ്ഠൻ അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചു. ഈ അനിയൻ ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു മകനാണ്. അവൻ പറയുകയാണ്, അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചപ്പോൾ അമ്മയുടെ വായിൽ നിന്ന് ഒരു വാക്ക് ഇങ്ങനെ പോയി, അതായത് നിനക്കൊരിക്കലും മക്കളുണ്ടാവത്തില്ല. അനിയൻ പറയുകയാണ്, അമ്മ കണ്ണുനീരോടെ പറയുകയാണ് ജ്യേഷ്ഠനോടും ഭാര്യയോടും, നിങ്ങൾക്കൊരിക്കലും മക്കളുണ്ടാവത്തില്ല. 8 വർഷമായി ചികിത്സ ഒത്തിരി ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഇതുവരെ മക്കളില്ല. നോക്കുക, അമ്മയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു വാക്ക് അമ്മയുടെ ഹൃദയം നൊന്ത് പറഞ്ഞു, നിനക്കൊരിക്കലും മക്കളുണ്ടാകത്തില്ലെന്ന്. 8 വർഷമായിട്ട് മക്കളുണ്ടായിട്ടില്ല. അനിയന് കർത്താവ് മക്കളെ കൊടുത്ത് 2-3 കുഞ്ഞുങ്ങളുണ്ട്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. നോക്കുക, ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലില്ലാത്തത് കൊണ്ടാണ് അവൻ അമ്മയെ ധിക്കരിച്ചത്, അമ്മയെ വേദനിപ്പിച്ചത്. ഭർത്താവ് മരിച്ചു, 20 വർഷം പിന്നിട്ടു. മക്കൾക്ക് വേണ്ടി ജീവിതം കൊടുത്ത ഒരമ്മയെ വേദനിപ്പിച്ച, അപമാനിച്ച മകൻ ഇന്ന് മക്കളില്ലാതെ കഴിയുകയാണ്. ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ. നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിലേ നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മാതാപിതാക്കന്മാരെ അനുസരിക്കണം, നിനക്ക് നന്മയുണ്ടാകാൻ, ദീർഘായുസ്സുണ്ടാകുവാൻ. നീ വചനമനുസരിക്കാതെ നിനക്കെങ്ങനെ നന്മയുണ്ടാകും? ഉണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിലില്ലായിരുന്നു. അതുകൊണ്ട് അവൻ ഇന്നും തകർച്ചയിലൂടെ കടന്നു പോകുക. അവൻ ഭോഷനായ മനുഷ്യനാണ്. മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷനായ മനുഷ്യൻ. ദൈവത്തിൻ്റെ വചനം അവൻ സ്വീകരിച്ചില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ആഴമായ വിശ്വാസം അവനില്ല. വെള്ളപ്പൊക്കമുണ്ടായി, അവൻ പണിത ഭവനത്തിൻ്റെ മേൽ കൊടുങ്കാറ്റ് വീശി, വെള്ളം എരച്ചു കയറി. ഭോഷനായ വചനമില്ലാത്ത മനുഷ്യൻ്റെ ഭവനം തകർന്നു വീണു. അവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ആ ഭവനത്തിൻ്റെ വീഴ്ച വലുതായിരുന്നു. ആ ഭവനത്തിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്ന് പറഞ്ഞാൽ എണീക്കാൻ പോലും പറ്റാത്ത വണ്ണമുള്ള വലിയ ഒരു വീഴ്ചയിൽ വചനമില്ലാത്ത മനുഷ്യൻ ചെന്നുപെടുകയാണ്. ഹല്ലേലൂയ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 3 പറയുന്നുണ്ട്, ഈ പ്രവചന ഗ്രന്ഥം, വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ കേൾക്കുന്നവർ, വായിക്കുന്നവർ, അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഉറപ്പാണ്, വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ കേൾക്കുന്നവർ, വായിക്കുന്നവർ, അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. മാറ്റമില്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആ വചനങ്ങൾ എപ്പോഴുമുണ്ട്. സങ്കീർത്തനം 119:101, അങ്ങയുടെ വചനം പാലിക്കാൻ വേണ്ടി ഞാൻ സകല ദുർമാർഗങ്ങളിൽ നിന്ന് എൻ്റെ പാദങ്ങൾ പിൻവലിക്കുന്നു. യേശുവിൻ്റെ വചനം അനുസരിക്കാൻ വേണ്ടി സകല ദുർമാർഗങ്ങളിൽ നിന്നും എൻ്റെ പാദങ്ങളെ ഞാൻ പിൻവലിക്കുക. വചനം കേൾക്കുന്ന വ്യക്തികൾ മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണം. മറ്റ് പാപത്തിൻ്റെ കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കണം. ദുർമാർഗത്തിൽ നിന്ന് നിന്റെ പാദങ്ങളെ നീ പിൻവലിക്കണം. നിന്നെ പാപത്തിലേക്ക്, ദുർമാർഗത്തിലേക്ക് നയിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളെ നീ അവസാനിപ്പിക്കണം. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ആ ബന്ധങ്ങൾ നിന്റെ ഉള്ളിലെ വചനത്തിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുക. സങ്കീർത്തനം 119:103, അങ്ങയുടെ വാക്കുകൾ എനിക്ക് എത്ര മധുരമാണ്, അവ എൻ്റെ നാവിന് തേനിനേക്കാൾ മധുരമാണ്. യേശുവേ, അങ്ങയുടെ വാക്കുകൾ
എനിക്ക് എത്ര മധുരമാണ്, തേനിനേക്കാൾ മധുരമാണ് അങ്ങയുടെ വചനം എനിക്ക്. ഇതൊരു അനുഭവമാണ്. തേനിൻ്റെ മധുരം അറിയണമെങ്കിൽ ആ തേന് നമ്മൾ കുടിക്കണം. അപ്പോൾ നമ്മുടെ നാവിലൂടെ നമ്മൾ ആ തേനിൻ്റെ മധുരവും രുചിയും ഒക്കെ അറിയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ വചനം വിശ്വസിക്കണം. ആ വചനം എനിക്ക് തേനിനേക്കാൾ മധുരമാണ്. കാരണം ദൈവത്തിൻ്റെ വാക്കുകളാണ്. ആ ദൈവത്തിൻ്റെ വചനമില്ലാത്ത മനുഷ്യൻ ഭോഷൻ അവൻ്റെ ഇഷ്ടപ്രകാരം ഭവനം പണിതുയർത്തി, അത് തകർന്നു വീണു. ആ വീടിൻ്റെ വീഴ്ച വലുതായിരുന്നു. നീ വലിയ തകർച്ചകളിൽ, വലിയ വീഴ്ചകളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാതോർക്കുക. നീ ഇന്ന് വലിയ തകർച്ചയിലാണോ? കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഒരു 5 ദിവസം ഒന്നിരിക്കുക. ആ വചനം സകല ചങ്ങലകളും പൊട്ടിച്ച് നിന്നെ വിടുവിക്കും. അവൻ വചനം അയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി. മത്തായി 8:16. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളിലുള്ള തിന്മയുടെ അരൂപികൾ ഒന്നൊന്നായിട്ട് വിട്ടുമാറുക. ഈ തിന്മയുടെ അരൂപികൾ വിട്ടുമാറുമ്പോൾ തിന്മയുടെ കാഴ്ചപ്പാടുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക. ദുർമാർഗത്തിൽ നിന്ന് നിൻ്റെ പാദങ്ങളെ നീ പിൻവലിക്കുക. ദൈവത്തിൻ്റെ വചനം എനിക്ക് തേനിനേക്കാൾ മധുരമാണ്. എനിക്ക് തേനിനേക്കാൾ മധുരമാണ് എൻ്റെ കർത്താവിൻ്റെ വചനം. അതനുസരിക്കുക, അത് പാലിക്കുക, അത് ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സങ്കീർത്തനം 119:139. എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ വചനങ്ങളെ മറക്കുന്നത് മൂലം തീഷ്ണതയാൽ ഞാൻ എരിയുന്നു. എൻ്റെ ശത്രുക്കൾ അങ്ങയുടെ വചനം മറക്കുന്നത് മൂലം തീഷ്ണത കൊണ്ട് ഞാൻ എരിയുക. വചനത്തെ വളച്ചൊടിക്കുന്നവർ, വചനത്തെ നിഷേധിക്കുന്നവർ, ദൈവവചനം വായിക്കാത്ത എത്രയോ പേരുണ്ട്. 4 സുവിശേഷങ്ങൾ പോലും വായിക്കാത്ത ക്രൈസ്തവരുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു ദേവാലയത്തിൽ വചനം പങ്കുവെക്കുമ്പോൾ കൺവെൻഷൻ കൂടാമെന്ന ധാരാളം ആളുകളുണ്ട്. ഞാൻ ചോദിച്ചു, ബൈബിൾ കൊണ്ടുവന്നവർ എത്ര പേരുണ്ട്? 4-5 പേര് കൈവരുത്തി. ബാക്കി ആരുടെ കൈവശം ബൈബിളില്ല. കൺവെൻഷൻ കൂടുകയാണ്, വചനം കേൾക്കുകയാണ്, ആരുടെ കയ്യിലും ബൈബിളില്ല. ഞാൻ അവരോട് ചോദിച്ചു, 4 സുവിശേഷങ്ങൾ വായിച്ചിട്ടുള്ളവർ ഒന്ന് കരമുയർത്തുവാൻ. വലിയൊരു ജനക്കൂട്ടത്തിനുള്ളിൽ ഒരു 25 പേര് കാണും 4 സുവിശേഷം വായിച്ചിട്ടുള്ളവർ. ബാക്കി ആരും സുവിശേഷം പോലും വായിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാവണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ സ്വന്തമാവണം. ദൈവത്തിൻ്റെ വചനത്തെ മറന്നുകൊണ്ട് ഒരു ജീവിതം നയിച്ചാൽ അത് നിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ആ വീഴ്ച വലുതായിരിക്കും. എഴുന്നേൽപ്പിക്കുവാൻ ആരും കൂടെ ഉണ്ടാവത്തുമില്ല. സങ്കീർത്തനം 119, 135, 136. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. മനുഷ്യർ അങ്ങയുടെ നിയമം പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് അശ്രു ധാരധാരയായി ഒഴുകുന്നു. മനുഷ്യൻ അങ്ങയുടെ വചനമനുസരിക്കാത്തത് കൊണ്ട്, അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ട് എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നു എന്ന സങ്കീർത്തകൻ പറയുന്നത്. അനേകർ ദൈവത്തിൻ്റെ വചനത്തിന് ജീവിതത്തിൽ ഒരു വിലയും കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുന്നവനെ ദൈവം വില കൊടുക്കും. അത്ര വലുതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. ഈ ലോകത്തിൽ എന്തിനെക്കുറിച്ചറിയാനും ഏതിനെക്കുറിച്ചുള്ള ഉത്തരവും വിശുദ്ധ ബൈബിളിൽ, വചനങ്ങളിൽ യേശു നമുക്ക് നൽകിയിട്ടുണ്ട്. വചനം ദൈവമാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കണം. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ആചാര അനുഷ്ഠാനങ്ങളും കുറേയേറെ ലോകത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നടന്നിട്ട് കാര്യമില്ല. വചനം അനുസരിക്കുന്നവരായിട്ട് നമുക്ക് മാറണം. അതിനൊരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ അനുസരിക്കും.
ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ ധിക്കരിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം ഞാൻ പാലിക്കും. ദൈവത്തിൻ്റെ വചനം ഞാൻ വളച്ചൊടിക്കത്തില്ല. എല്ലാ ദിവസവും വചനം വായിക്കാം, വചനം പഠിക്കാം എന്നൊക്കെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം അവർ വായിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം അവർ പഠിക്കട്ടെ. കാരണം ആ വചനം അവർക്ക് ജ്ഞാനം നൽകും, അവരെ വിശുദ്ധീകരിക്കും. വചനം അവരെ നല്ലവരാക്കി തീർക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം പഠിക്കുക, ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുക. സങ്കീർത്തനം 119:148 അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അങ്ങയുടെ വചനത്തെ പറ്റി ധ്യാനിക്കുവാൻ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നു. രാത്രിയിലും പ്രഭാതത്തിലും പകൽ സമയത്തും എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ, വചനം കേൾക്കുവാൻ, വചനം പഠിക്കുവാനൊക്കെ നമുക്കൊരു ആഗ്രഹമുണ്ടാവണം. വചനം നിന്നിലുണ്ടോ, പിശാചിന് നിന്നെ തോൽപ്പിക്കാനാവില്ല. വചനമില്ലാത്തവർ തകർന്നു വീഴും. വചനമില്ലാത്തവർ ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കും. വചനം നമ്മുടെ ജീവിതത്തിൽ ശക്തിയായിട്ട് മാറട്ടെ. വചനം കൊണ്ട് നമുക്ക് നിറയാം. വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തെ നമുക്കനുസരിക്കാം, ഈ വചനത്തെ നമുക്ക് സ്നേഹിക്കാം. വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് വലിയ ഒരു തീരുമാനമെടുത്ത് അതിനുവേണ്ടി പരിശ്രമിക്കാം. കർത്താവ് നിങ്ങളെ വചനം കൊണ്ട് നിറയ്ക്കട്ടെ. ഒരു വചനത്തിൻ്റെ അഭിഷേകം, വചനം പഠിക്കാനുള്ള അഭിഷേകം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. അച്ഛൻ്റെ നടുവ് ഡിസ്കിനെല്ലാം പ്രശ്നമായിരുന്നു. അച്ഛന് ഇന്നലെ തന്നെ സൗഖ്യം കിട്ടിയെന്നാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുന്നത്. അച്ഛൻ അലഹബാദിൽ നിന്നാണ് വന്നല്ലേ ധ്യാനത്തിന് വന്നത്. അച്ഛൻ കാലൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ ഒന്ന് കാണിക്കാമോ? അച്ഛൻ്റെ പേരെന്നാണോ? അനുമോദ്. എത്ര വർഷമുണ്ട് അച്ഛന് ഈ നടുവ് ഡിസ്കിനെല്ലാം പ്രയാസമുണ്ട്? 2000 ഞാനൊരു ബൈക്കിൽ നിന്ന് വീണ് അങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയതാണ്. കഴിഞ്ഞ 17 വർഷമായിട്ട്, പക്ഷെ സ്ഥിരമായിട്ട് വലിയ പ്രശ്നമില്ല. കുറച്ച് കാലത്തിന് വേദന ഇച്ചിരി കുറഞ്ഞു നിൽക്കും, പിന്നീട് അത് തന്നെ. പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇത് തന്നെയാണ്, അച്ഛാ ഇതിന് വലിയധികം ചെയ്യാനൊന്നുമില്ല, വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാം, എന്നാലും ഈ വേദന ഇങ്ങനെ നിലനിൽക്കുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നല്ല നല്ല ഡോക്ടർമാർ, ഇന്ത്യയിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെയൊക്കെ കണ്ടതാണ്. ഒന്ന് മംഗലാപുരത്തെ ശാന്താറാം ഷെഡ്ഡി, ഇൻ്റർനാഷണൽ ഫിഗറാണ്. പുള്ളിയൊക്കെ എന്നെ കൈവിട്ടതാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ഈശോ കൈവിട്ടില്ല, ഡോക്ടർ കൈവിട്ടു, ഈശോ കൈവിട്ടില്ല. എല്ലാവരും പറഞ്ഞ് ഡോക്ടർ കൈവിട്ടു, ഈശോ കൈവിട്ടില്ല. ഇവിടെ വന്നപ്പോഴേ തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ഈ മെസ്സേജ് കിട്ടിക്കൊണ്ടിരുന്നു. കുമ്പസാരം കഴിയുമ്പോഴേക്കും എനിക്ക് ഹീലിംഗ് തുടങ്ങുവാണെന്നോ. അച്ഛൻ്റെ ഉള്ളിൽ ആഴമായൊരു വിശ്വാസമുണ്ട്, സൗഖ്യം കിട്ടും എന്നാ വിശ്വാസമുണ്ട്. അപ്പം കുമ്പസാരം കഴിയുന്നതോടെ ഹീലിങ്ങിലേക്ക് പൂർണ്ണമായിട്ടാകുമെന്ന് അച്ഛന് ബോധ്യമുണ്ടായിരുന്നു. ഇന്നലെ ഇവിടുത്തെ കുർബാനയുടെ സമയത്ത് ശക്തമായൊരു ദൈവശക്തിയുടെ അനുഭവം ശരീരത്തിൽ അനുഭവപ്പെട്ടു അച്ഛന്. അതെ, മൊത്തം സമയം ഞാൻ വേർത്താകെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്താ സംഭവിക്കുന്ന അറിയത്തില്ല, അത് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞപ്പം കുർബാന കഴിഞ്ഞ് ആ കമ്മ്യൂണിയനൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ വിരൽ അങ്ങ് നിർന്നു, വേദന അങ്ങ് മാറിയതായിട്ട് മൊത്തമായിട്ട്. അച്ഛൻ ഫ്രീ ആയി, മൊത്തം വേദനയിൽ ഒരു കുഴപ്പമില്ല. അച്ഛൻ കാലൊക്കെ ഒന്ന് വലിച്ചൊന്ന് കുടഞ്ഞ് ഒന്ന് തിരിക്കാം അച്ഛന്. ഞാനിവിടെ നിന്ന് തട്ടിക്കോട്ടെ അച്ഛൻ്റെ. അല്ലെങ്കിൽ അച്ഛൻ ഒന്ന് കുനിഞ്ഞ് കാണിക്കുക, കുനിച്ച് പുറകോട്ടൊക്കെ നമ്മൾ നടുമിന്നും ഇങ്ങനെയൊക്കെ ചെയ്ത നേരത്തെ. യേശുവിൻ്റെ നാമത്തിൽ ഈ നടുവിന് മിന്നത്തില്ല. അച്ഛൻ കുനിഞ്ഞു, എത്ര വേണേലും കുനിഞ്ഞു, കുനിഞ്ഞു അച്ഛാ. ഹല്ലേലൂയ. പുറകോട്ടൊന്ന് വളഞ്ഞ അച്ഛൻ. പ്രൈസ് ദി ലോർഡ്. കരമടിച്ച് നമുക്ക് കർത്താൻ നന്ദി പറയാം. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ,
കരുണാമയൻ സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു